Good morning. Welcome to my YouTube channel Kerala PSC Technical Previous Question Papers. ഈ ചാനൽ നമ്മൾ കേരള പി എസ് സിയുടെ ടെക്നിക്കൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ. ഇതതിൻ്റെ 12th പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 56. ദ ഐഡിയൽ ടെമ്പറേച്ചർ ഫോർ സ്പ്രേ പെയിൻറ്റിങ് ഈസ്. ഒരു സ്പ്രേ പെയിൻറ്റിങ്ങിന് വേണ്ട ഐഡിയൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്താണ് ഈ സ്പ്രേ പെയിൻറ്റിങ് നോക്കാം. സ്പ്രേ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കൊറോഷൻ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈലി കൊറോസീവ് ആയിട്ടുള്ള മെറ്റൽസ്, അതുപോലെ തന്നെ കൊറോസീവ് എൻവയോൺമെൻറ്റിലോട്ട് പോകാൻ പോകുന്ന മെറ്റൽസിൽ നമ്മൾ സ്പ്രേ പെയിൻറ്റിങ് ചെയ്യും. സ്പ്രേ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പോർഷനും ഈക്വലി കോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ സ്പ്രേ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ എയറും അതേപോലെ തന്നെ പെയിൻറ്റും നമ്മൾ റൊട്ടേഷണൽ സ്പീഡ് റൊട്ടേറ്ററി മോഷനുള്ളൊരു മോട്ടറിലോട്ട് കൊടുക്കും. ആ മോട്ടറിൽ വെച്ചത് ആറ്റമൈസ് ചെയ്തിട്ട് ശേഷം അത് ആ ഒരു ഫിലിം തിക്നെസ്സിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഇവാപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ പറയുന്ന ഇതിൽ സോൾവെൻറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. അപ്പോൾ ഈ സോൾവെൻറ്റ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് ആ ഒപ്റ്റിമം ഇവാപ്പറേഷൻ ലെവലല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പെയിൻറ്റ് കുറേ നമുക്ക് നഷ്ടപ്പെടും. അതേപോലെ തന്നെ നന്നായിട്ട് ഈ സ്പ്രേ പെയിൻറ്റിങ് നടക്കുകയില്ല. അപ്പോൾ ഈ പറയുന്ന സോൾവെൻറ്റ് ഇവാപ്പറേഷൻ കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിരിക്കണം. ആ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണെന്ന് പറയുന്നത്. ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും എയർ ഫ്ലോയും ഒക്കെ കൺട്രോൾഡിലായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര ടെമ്പറേച്ചറാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്ക് ഈ പറയുന്ന കറക്റ്റ് ഇവാപ്പറേഷൻ ലെവൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 56 ആൻസർ ഓപ്ഷൻ ഡി 24 ഡിഗ്രി സെൽഷ്യസ്. ക്വസ്റ്റ്യൻ നമ്പർ 57 പോകാം. ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ് ദ പാർട്ട് ടു ബി പ്ലേറ്റഡ് ഇസ് കണക്റ്റഡ് ടു. ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രോസസ്സിൽ ഏത് പാർട്ട് ഏത് സൈഡിലാണ് ബാറ്ററിയുടെ ഏത് സൈഡിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ഇലക്ട്രോപ്ലേറ്റിംഗ് നോക്കാം. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നതും ഒരു കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് നമുക്കൊരു മെറ്റീരിയൽ ഉണ്ട്, ആ മെറ്റീരിയലിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കറക്റ്റാണ്, പക്ഷേ കൊറോഷൻ റെസിസ്റ്റൻ്റ് അല്ല എന്നുള്ള ഒരു പ്രശ്നമുള്ളൂ എന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ തന്നെ നമ്മൾ ഉപയോഗിക്കും. എന്നിട്ട് അതിൻ്റെ പുറത്ത് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധനം നമ്മൾ അയൺ നമ്മൾ സാധാരണ എല്ലാത്തിനും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യും, അത് അയൺ പെട്ടെന്ന് റസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൊറോഡ് ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറത്ത് സിങ്കിൻ്റെ കോട്ടിങ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണ് ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ഈ പറയുന്ന എന്ത് മെറ്റീരിയൽ ആയാലും അതിൻ്റെ പുറത്ത് ഈ പറയുന്ന കൊറോഷൻ റെസിസ്റ്റൻ്റായിട്ട് കോട്ടിങ് കൊണ്ടുവരുന്ന പ്രോസസ്സിനെ നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് വേണ്ടി ഈ കാണുന്ന പോലെ നമുക്കൊരു DC സോഴ്സിലോട്ട് നമ്മൾ കണക്ട് ചെയ്യണം, ഒരു ആനോഡും ഒരു കാഥോഡും. അപ്പോൾ ഈ പറയുന്ന ആനോഡ് കാഥോഡ് കണക്ട് ചെയ്യുമ്പോൾ ആനോഡ് എന്ന് പറയുന്നതാണ് നമുക്ക് കോട്ട് ചെയ്യണ മെറ്റീരിയൽ. ഇപ്പോൾ സിങ്ക് വെച്ചിട്ടാണ് കോട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോപ്പർ വെച്ചിട്ടാണ് കോട്ട് ചെയ്യേണ്ടത്, ആ കോപ്പർ അല്ലെങ്കിൽ സിങ്കാണ് ആനോഡായിട്ട് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ എന്തിലോട്ടാണ് കോട്ട് ചെയ്യേണ്ടത് ആ മെറ്റീരിയലാണ് നമ്മൾ കാഥോഡായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഒരു പാത്രമാണ് ഇവിടെ കൊടുത്തേണ്ടത്. പാത്രത്തിൽ കോപ്പർ കോട്ടിങ് കൊണ്ടുവരാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പാത്രമാണ് നമ്മൾ കാഥോഡായിട്ട് വയ്ക്കേണ്ടത്. അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റായിട്ട് നമ്മൾ കോട്ട് ചെയ്യേണ്ട മെറ്റീരിയലിൻ്റെ ഒരു കോമ്പൗണ്ടാണ് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കോപ്പറാണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് കോപ്പർ സൾഫേറ്റാണ് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കിത് മനസ്സിലായി, നമ്മൾ കോട്ട് ചെയ്യേണ്ട സാധനം കാഥോഡായിട്ടും എന്ത് മെറ്റീരിയലാണ് അതിൻ്റെ മുകളിൽ കോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ ആനോഡായിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം കാഥോഡായിട്ടാണ് ആ പാർട്ടിനെ വയ്ക്കേണ്ടത്. ഇപ്പോൾ 57th ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കാഥോഡ്. ഇനി ക്വസ്റ്റ്യൻ 58 നോക്കാം. കൊറോഷൻ ഇൻ മെറ്റൽ ഇസ് ഡ്യൂ ടു. എന്തുകൊണ്ട് കൊറോഷൻ നടക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് പ്രോസസ് വഴിയാണ് കൊറോഷൻ നടക്കുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് കൊറോഷൻ. കൊറോഷൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു അയണാണ് ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരുന്നത്. അയൺ എങ്ങനെ കൊറോഡ് ചെയ്യണം നോക്കാം. ഒരു അയണിൻ്റെ കുറച്ച് പോർഷനിൽ മാത്രം വാട്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക, ബാക്കി പോർഷനിലൊന്നും വാട്ടർ ഇല്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ കാണുന്ന പോലെ കുറച്ച് പോർഷനിൽ വാട്ടർ ഉണ്ട്. അപ്പോൾ ഈ വാട്ടർ ഉള്ള പോർഷൻ ഓക്സിജനായിട്ട് കോണ്ടാക്റ്റ് വരില്ല, അതേസമയം വാട്ടർ ഇല്ലാത്ത പോർഷൻ ഓക്സിജനായിട്ട് കോണ്ടാക്റ്റ് വരും. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഇൻ ഓക്സിജൻ ലെവൽസ് ഉണ്ട്. ഒരു സ്ഥലത്ത് കുറേ ഓക്സിജനും ഒരേ സ്ഥലത്ത് കുറച്ച് ഓക്സിജനും. സ്വാഭാവികമായിട്ടും ഈ ഓക്സിജൻ ഇത് ഈക്വലൈസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ ഓക്സിജൻ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ അയണായിട്ട് റിയാക്ട് ചെയ്ത് OH കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇപ്പുറത്തെ അയൺ ഈ പറയുന്ന ഇലക്ട്രോൺസ് എക്സിബിറ്റ് ചെയ്യും അല്ലെങ്കിൽ റിലീസ് ചെയ്യും, ഇവിടെ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ അവസാനം FeO3 അല്ലെങ്കിൽ പറയുന്ന Fe2O3 ഉണ്ടാവും, അല്ലെങ്കിൽ അയൺ ഓക്സിഡൈസ് ആവാണ് ചെയ്യുന്നത്. അയൺ ഓക്സിഡൈസ് ചെയ്ത് റസ്റ്റിംഗ് നടക്കുക. അത് ആ അയൺ ഓക്സൈഡാണ് അവിടെ റസ്റ്റായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പ്രോസസ്സ്
ഓക്സിഡേഷൻ ആണ്, അതായത് Fe2O3 ആവുന്നു, അതായത് Fe ഓക്സിജൻ്റെ കൂടെ ചേരുന്നു. ഓക്സിഡേഷൻ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് ഈ വാട്ടറിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. വാട്ടറിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഒരു സ്ഥലത്ത് ഓക്സിജൻ കൂടുതൽ ഒരു സ്ഥലത്ത് ഓക്സിജൻ കുറവുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ഓക്സിഡേഷൻ പ്രോസസ്സ് നടന്ന് അവിടെ അത് സ്റ്റേബിളാക്കാൻ നോക്കുന്നത്, ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരാൻ നോക്കുകയാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥലം ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുമ്പോൾ Fe2O3 ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ പ്രോസസ്സാണ് ഈ റസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കൊറോഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 58th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓക്സിഡേഷൻ. അടുത്ത ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ 59. സ്ക്വീസിങ് ഇസ് എ പ്രോസസ് ഓഫ്. എന്ത് പ്രോസസ്സാണ് സ്ക്വീസിംഗ് എന്ന് പറയുന്നത്? എന്ത് പ്രോസസ്സാണ്? ഫോർജിങ് ആണോ, പ്രസ് വർക്ക് ആണോ, ഡൈ കാസ്റ്റിംഗ് ആണോ, അല്ലെങ്കിൽ സർഫസ് കോട്ടിംഗ് ടെക്നിക്കാണ്? എന്താണ് സ്ക്വീസിംഗ് എന്ന് പറഞ്ഞത്? സ്ക്വീസിംഗ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമുക്കൊരു ഷീറ്റ് മെറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷീറ്റ് മെറ്റൽ നമുക്ക് വേണ്ട ഷേപ്പിലോട്ട് ഒരു പ്രസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു പഞ്ച് ഉപയോഗിച്ച് നമ്മൾ പ്രസ് ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിലോട്ട് കൊണ്ടുവരുന്ന, ഒരു ഡൈ വെച്ചിട്ട് നമുക്ക് വേണ്ട ഷേപ്പിലോട്ട് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്ക്വീസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്വീസിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു പ്രസ് വർക്ക് ഓപ്പറേഷനാണ്. അതായത് പ്രസ് ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പ് ഡൈ ഉപയോഗിച്ച് നമുക്ക് വേണ്ട പല ഷേപ്പുള്ള ഡൈസ് ഉപയോഗിക്കുക, അങ്ങനെ നമുക്ക് വേണ്ട ഷേപ്പിലോട്ട് നമ്മൾ ഈ ഷീറ്റ് മെറ്റലിനെ കൊണ്ടുവരാം. അപ്പോൾ അതൊരു പ്രസ് വർക്ക് പ്രോസസ്സാണ്. അതുകൊണ്ട് 59th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, പ്രസ് വർക്ക്. ഇനി ക്വസ്റ്റൻ നമ്പർ 60 പോവാം. ടു അവോയ്ഡ് റിപ്പീറ്റേറ്റീവ് മെഷറിംഗ് ആൻഡ് മാർക്കിംഗ് ദ സെയിം ഡയമെൻഷൻ ആൻഡ് വെൻ മെനി ഐഡൻറ്റിക്കൽ പാർട്സ് ആർ റിക്വയർഡ് ഡാഷ് ക്യാൻ ബി യൂസ്ഡ്. അതായത് ഒരേപോലത്തെ കുറേ പീസുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? അതായത് മാർക്കിങ്ങിനും അതേപോലെ മെഷറിങ്ങിനും വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ടെംപ്ലേറ്റ്സ് ആണ്. ടെംപ്ലേറ്റ്സ് പറഞ്ഞാൽ കാണുന്ന പോലെയാണ്. ഇതിപ്പോൾ നമുക്കൊരു ഷീറ്റ്, കുറേ ഷീറ്റുകൾ ഒരേ ആംഗിളിൽ നമുക്ക് ബെൻഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഓരോ പ്രാവശ്യവും ആ ബെൻഡ് ആംഗിൾ മെഷർ ചെയ്ത് ബെൻഡ് ചെയ്യുക, പിന്നെ അടുത്ത പ്രാവശ്യം വീണ്ടും ബെൻഡ് ആംഗിൾ മെഷർ ചെയ്യുക, അത് മാർക്ക് ചെയ്യുക, ബെൻഡ് ചെയ്യുക, വീണ്ടും ആ ബെൻഡ് ആംഗിൾ മെഷർ ചെയ്യുക, മാർക്ക് ചെയ്യുക, ബെൻഡ് ചെയ്യുക, അങ്ങനെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ആംഗിളിൽ വേണ്ട ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ആ ടെംപ്ലേറ്റ് വയ്ക്കും, ജസ്റ്റ് ബെൻഡ് ചെയ്യും, ടെംപ്ലേറ്റ് വയ്ക്കും, ബെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് മെഷർ ചെയ്യേണ്ട, മാർക്ക് ചെയ്യേണ്ട. അപ്പോൾ ഇതാണ് ടെംപ്ലേറ്റ്സിൻ്റെ ഗുണം. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യാണ്ട് മാർക്ക് ചെയ്യാണ്ടും ഐഡൻറ്റിക്കൽ പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് കമ്പോണൻ്റാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ടെംപ്ലേറ്റ്സ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 60യുടെ ആൻസർ ഓപ്ഷൻ സി, ടെംപ്ലേറ്റ്സ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ PSC എന്ന് പറഞ്ഞ എംബ്ലം ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ പ്ലേലിസ്റ്റും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.